അപ്പോൾ ഇന്നലെ ധനുഷ്, വിജയ് എന്നിവരുടെ കൂടെയുള്ള എല്ലാ അഭിനയ രംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരണ്യ പറഞ്ഞു. ഇന്ന് ഒരതിഥി കൂടെ ശരണ്യയുടെ കൂടെ കൂടുകയാണ്. മറ്റാരുമല്ല, ശരണ്യയുടെ ഹസ്ബൻഡ് അരവിന്ദ്. നമസ്കാരം അരവിന്ദ്. നമസ്കാരം സാർ. എന്തൊക്കെയുണ്ട്? അപ്പോൾ വീട്ടില് സുഖമായിട്ട് നിങ്ങൾ രണ്ടുപേരും കുട്ടികളെയൊക്കെ നോക്കിയിരിക്കുകയാണ് അല്ലേ? അതെ അതെ. നേരത്തെ അരവിന്ദ് എന്തായിരുന്നു? ഞാൻ ഡെന്റിസ്റ്റ് ആണ് സാറ്. ഓ, ഡെന്റിസ്റ്റ് ആണ്. എവിടെ? കോവളത്താണ് സാർ. അപ്പോൾ ഡെന്റിസ്റ്റ് ആണ്. അതെ. അപ്പോൾ അവിടെ നല്ല ഇഷ്ടംപോലെ വർക്കുകളൊക്കെ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ പറയാം നേടാം എന്ന ഷോയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സാർ. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം സാർ. നമസ്കാരം അരവിന്ദ്. നമസ്കാരം സാർ. ഞാൻ പറഞ്ഞിരുന്നു, കാരണം ഇനി വരുമ്പോഴത്തേക്ക് ഹസ്ബൻഡിനെ കൂടെ കൊണ്ടുവരണം. കാരണം കുറേ കാര്യങ്ങൾ, കുറേ കള്ളം പറഞ്ഞു. കള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച കള്ളങ്ങൾ കുറേ പറഞ്ഞു. അതായത് അങ്ങനെ വരാൻ വഴിയില്ല സാർ. 7 വർഷം ഈ FB മാത്രം ഇങ്ങനെ. അത്രേ ഉള്ളൂ സാർ. അപ്പം ജസ്റ്റ് ഹൗ ആർ യു അല്ല സാർ, ഞങ്ങൾ ബേസിക്കലി ചളിയാണ് അടിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ നല്ല ചളി അടിക്കുന്ന മനുഷ്യനാണ്. തമാശ. ശരി, ഞാൻ വിചാരിച്ചു ചളിയെന്ന്. അതെ, ചളി തമാശ അടിക്കുന്ന. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇങ്ങനത്തെ രീതിയിലുള്ള സംസാരം മാത്രമേ ഉള്ളൂ. അപ്പം ഏറ്റവും എന്താണ് ശരണ്യക്ക് ഇദ്ദേഹത്തിൽ ഇഷ്ടപ്പെടുന്ന ഈ ചളുവാണോ? അല്ല, ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അല്ല, 7 വർഷം ഈ ചളു സഹിക്കണമെന്നുണ്ടെങ്കിൽ പോയിന്റ്. അല്ല, ഞങ്ങൾ അതിന് മാത്രമേ സംസാരിക്കാറുള്ളൂ. വലിയ കാര്യങ്ങളൊന്നും അങ്ങനെ സംസാരിച്ചിട്ടില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചളുവോ? ഭയങ്കര വലിയ ചളിയെത്തിയാണ്. ആണ് അല്ലേ? അയ്യോ, ആൾക്കാർക്ക് അറിയില്ല. ആൾക്കാർക്ക് ഒരു തോന്നലുണ്ട് പുള്ളിക്കാരി പാവമാണ്, പക്ഷെ മഹാചട്ടമ്പിയാണ്. ആണല്ലേ? അപ്പൊ ഈ 7 വർഷം ഈ ചളു അടിച്ചപ്പോ ഒന്നും അറിഞ്ഞില്ല? ഇല്ല. ഞാനും അല്ല, ഈ ഞാനും എന്ന് പറയണ്ട. 7 വർഷം ചളു അടിച്ചപ്പോൾ പാവം അരവിന്ദ് അറിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ തനി സ്വരൂപം വെളി വന്നത്. അതെ. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പൊ ഈ ഡെന്റിസ്റ്റ് ആണ്. അതെ സാർ. ഇപ്പൊ എന്താണ്, കോവളത്താണെന്ന് ഇപ്പൊ പറഞ്ഞല്ലേ? ഡെന്റിസ്റ്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഡെന്റിസ്റ്റിന്റെ ഇതിലോട്ട് വന്നത്? എങ്ങനെ? അത് നോർമൽ ലെവലിലുള്ള കേരളത്തിലുള്ള എല്ലാവരെയും പോലെ തന്നെയാണ് സാറേ. ഇപ്പോൾ MBBSന് വേണ്ടി പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. റാങ്കിൻ്റെ ഒരു ഇതിനകത്ത് നേരെ ഡെന്റൽ കോളേജ് ട്രിവാൻഡ്രത്താണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ആ റാങ്കിൻ്റെ ഇതിനകത്താണ് വന്നത്. അല്ല, എനിക്ക് ഡെന്റിസ്റ്റിനെ പറ്റി ഒരു വിവരമില്ലായിരുന്നു ജോയിൻ ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പിന്നെ ഈ ഡെന്റിസ്റ്റിനെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത് അവരൊരു വലിയ ആർട്ടിസ്റ്റാണ്. അത് ശരണ്യക്ക് അറിഞ്ഞൂടാ. അതായത് ഒരു വ്യക്തിയുടെ ഒരു പല്ല് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് ഇപ്പോഴത്തെ ഒരുപാട് ടെക്നോളജി ഉണ്ട്. ഒരുപാട് പണ്ടത്തെ പോലൊന്നും അല്ല. ഇപ്പൊ ഒരു ആർട്ടാണിത്. ചിലരുടെയൊക്കെ ആർട്ടാണ് സത്യം, തമാശ പറഞ്ഞല്ല. ചില വ്യക്തി, ഇപ്പൊ സിനിമയിൽ തന്നെയുള്ള ഒരുപാട് വ്യക്തികളുടെ ഇത് നോക്കുമ്പോഴത്തേക്ക് എന്ത് മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും, ഇത് എവിടെയാണ് ചെയ്തത്? ഇപ്പൊ ഇന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വളരെ ഡിമാൻഡുമാണ്. അതെ, കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയാണ് ബേസിക്. കോസ്മെറ്റിക് ആണോ? ഞാൻ പ്രോസ്റ്റോഡോണ്ടിസ്റ്റ് എന്ന് പറയും, അത് വിഭാഗമാണ്. അപ്പം അതിൻ്റെ കോസ്മെറ്റിക് ആണ് ബേസിക്. കോസ്മെറ്റിക്. വെരി ഗുഡ്. അപ്പോൾ ഇത് കേൾക്കുന്നവർ ഡെഫിനറ്റായിട്ട് കോവളത്ത് അരവിന്ദിൻ്റെ കോസ്മെറ്റിക് ഡെന്റൽ ക്ലിനിക്കിലേക്ക് പോകണം. പിന്നെ അപ്പം സവാരി ഗിരിഗിരിയാണ് അടുത്ത സെഗ്മെന്റ്. തുടങ്ങിയാലോ? തുടങ്ങാം സാർ. സവാരി ഗിരിഗിരി. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന ചിത്രത്തിൽ സൗബിൻ സ്നേഹിക്കുന്ന ജാപ്പനീസ് പെൺകുട്ടിയുടെ അച്ഛൻ്റെ പേര് എന്താണ്? A. വേണു, B. ആൻഡ്രിഡ് ഹിറ്റോമി, C. സിനിമയിൽ പേര് പറയുന്നില്ല. ഹിറ്റോമി നായികയുടെ പേരാണ്. അപ്പം വേണു. വീണു. അതെ, വേണു. A. വേണു. ഞാൻ പൂട്ടിയിരിക്കുന്നു. ഓക്കെ. ജാപ്പനീസ് എന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഈ നിങ്ങൾ ഈ ഫുഡൊക്കെ ഉണ്ടാക്കുമോ? ജാപ്പനീസ് ഫുഡ്, അതുപോലത്തെ ചൈനീസ്? അതില്ല, കേരള ഫുഡാണ്. ആരാണ് ഉണ്ടാക്കുന്നത്? ഇദ്ദേഹം ഉണ്ടാക്കും. എൻ്റെ അമ്മയാണ് ഉണ്ടാക്കുന്നത്. മെയിൻ ഷെഫ്. അത് ശരി, ഞാൻ അസിസ്റ്റന്റ് ആണ്. അപ്പം നല്ല ഫുഡൊക്കെ കിട്ടും. നല്ല ഫുഡി ആണ്. എന്താണ് കൂടുതൽ കഴിക്കുന്ന ആഹാരം? ഇല്ല, ബേസിക്കലി വെജിറ്റേറിയൻ ആണ്. അല്ലല്ല, നോൺ വെജിറ്റേറിയൻ കഴിക്കും, പക്ഷെ അതിനെ നിർബന്ധമില്ല. അതെ, കറക്റ്റ്. എന്താണ് നോൺ വെജിറ്റേറിയൻ കഴിക്കാത്തപ്പോൾ വെജിറ്റേറിയൻ. ഓ, അങ്ങനെ. ചളുവല്ലേ? ചളു എല്ലാം കഴിക്കും. അങ്ങനെ നിർബന്ധമില്ല.
അപ്പൊ ഈ പറഞ്ഞൊക്കെ ശരിയാണോ? അതായത് ആദ്യമായിട്ട് കാണുന്ന ഇവിടെ ഒരു അടുത്ത വീട്ടിൽ വെച്ചിട്ട് അത് അവിടെ എങ്ങനെയാണ് അരവിന്ദ് വന്നത്? അത് എനിക്കും അറിയാൻ മേലാത്തൊരു ചോദ്യമാണ്. ശരണ്യ മോഹൻ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് സെലിബ്രിറ്റി വരുന്നുണ്ടെന്ന് എന്റെ കൂടെയുള്ള പുള്ളിക്കാരൻ ഞാൻ ഒരുമിച്ചായിരുന്നു ബൈക്ക് റൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ബൈക്ക് റൈഡ് അപ്പം അങ്ങനെ ഞങ്ങൾ വളരെയധികം അടുത്ത സുഹൃത്തായിരുന്നു. അപ്പൊ ഇദ്ദേഹം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നതാ. അതെനിക്കറിയില്ലായിരുന്നു. ഇന്നാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അതുപോലെ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുറെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഇങ്ങനെ കറയും അതൊക്കെ നമ്മൾ ക്ലിയർ ആക്കി. അല്ല ഞാൻ പണ്ട് പറയാണ് സാറേ 2001 ഞാൻ പ്രീ ഡിഗ്രി ചെയ്തത്. അറിയാം അത് ആർട്സ് കോളേജിലായിരുന്നു. എനിക്കറിയാം. അത് തൊട്ടപ്പുറത്തായിരുന്നു സാറിന്റെ വീട്. അതെ എനിക്കറിയാം. ഞാൻ ഇപ്പൊ ഓർക്കുന്നു അരവിന്ദ് 2001 ലാസ്റ്റ് പ്രീ ഡിഗ്രി ബാച്ച് 2001. ആ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അതെ ഞാൻ അരവിന്ദനെ കണ്ടു. എന്റെ അമ്മാവനെ കണ്ടിട്ടുണ്ട്. ശശിമാമനെ നല്ല പരിചയം. ശശിമാമനെ പണ്ടേ പരിചയം. അതായത് ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞുതരാം. ആർട്സ് കോളേജ് ഇവിടെ ആണല്ലോ, അതിന്റെ ഇപ്പുറത്ത് ശാസ്താംകോവിൽ ആണല്ലോ, അതിന്റെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മേടയിൽ വീട്, എന്റെ വീട് ആണല്ലോ, അതിന്റെ അപ്പുറത്തോട് നേരെ തിരിഞ്ഞങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രൗണ്ട്, കളിക്കുന്ന ഗ്രൗണ്ട് ആണല്ലോ, അതിന്റെ കുറച്ചപ്പുറത്തായിട്ട് വിമൻസ് കോളേജ് ആണല്ലോ. അപ്പം നമ്മൾ മിക്കവാറും 3:30 മണി സമയത്ത് അവിടെ കാണാറുണ്ട്. നമ്മളല്ല, ഞാൻ അരവിന്ദിനെ കാണാറുണ്ട്. അത് ശരിയാ, അച്ഛൻ ആ കോളേജിലായിരുന്നു. ആര്? അച്ഛനെ കാണാനല്ല, കോളേജിലായിരുന്നു. എനിക്കെല്ലാം അറിയാം. അതായത് അച്ഛൻ്റെ പേരെന്താണ്? കൃഷ്ണപിള്ള. കൃഷ്ണപിള്ള ചേട്ടനെ എനിക്ക് അറിഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു, മോനിങ്ങനെ ഒരു സ്നേഹമുണ്ട്, അരവിന്ദിന് ഒരു സ്നേഹമുണ്ട്, അവന് പഠിക്കുകയാണ്, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട്, കാരണം പഠിക്കുമ്പോൾ പഠിക്കാൻ പറയണം. പ്രീ ഡിഗ്രി സമയത്തോ? ഒരു ചെറിയ സ്നേഹമുണ്ട്, പഠിക്കുമ്പോൾ പഠിക്കാൻ പറയണം, അതിനുശേഷം അവൻ പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്നു. അങ്ങനെയാണ് ഒരു കല്യാണാലോചന വന്നത്. അത് തെറിച്ചും പോയി. പിന്നാണ് ശരണ്യ അടുത്ത് വന്നത്. അങ്ങനെയായിരുന്നല്ലേ? ഏതാ കുട്ടി? എനിക്കത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ ഡബ്മാഷ് ചെയ്യാറുണ്ടല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത ചോദ്യം കഴിഞ്ഞിട്ട് ഞാൻ ആ ഡബ്മാഷ് ഒന്ന് വേണ്ടായിരുന്നു, എന്നാലും കാണട്ടെ ജനം. അയ്യോ. ഓക്കെ, അപ്പം എ വേണു ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റ്സ്. സവാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യം, ഒരു വീഡിയോ. ഭാസ്കരന് സംസർഗം കൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ. പക്ഷെ നക്ഷത്രക്കാരന് സമയം ലേശം മോശ. ഈ മൊബൈലും കമ്പ്യൂട്ടറിലുള്ള പോലെ വൈറസോ അങ്ങനെ എന്തെങ്കിലും ആവാം. വർണ്ണമെന്തിനാ അവളുടെ ഓപ്പറേഷൻ സ്ഥലമല്ലേ, അവളുടെ സ്നേഹം തന്നെ. എന്തായാലും ദൂരയാത്ര പോകണ്ട. കുലദേവതയുടെ ഇഷ്ടക്കുറവ് നന്നായി കാണുന്നുണ്ട്. പേടിക്കണ്ട, എല്ലാവരും പരിഹാരമുണ്ട്. ചോദ്യം, ആൻഡ്രോയിഡ് കുഞ്ഞപ്പന് എന്തൊക്കെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോത്സ്യൻ പറയുന്നത്? എ നേത്രരോഗവും ഉദരരോഗവും, ബി കഫക്കെട്ടും നീരുവീഴ്ചയും, സി വയറിളക്കവും പല്ലുവേദനയും. അത് മനഃപൂർവ്വം ഇട്ടതാണോ? ആദ്യത്തെ നേത്രരോഗവും ഉദരരോഗവും. ഞാൻ വിചാരിച്ചു പല്ലുവേദന എന്ന് പറയുമ്പോഴത്തേ അങ്ങോട്ട് പോകുന്നു. ശരി, നേത്രരോഗവും ഉദരരോഗവും ഞാൻ എടുത്തിട്ട് പൂട്ടി. ഞാൻ പറഞ്ഞ പോലെ ഒരു ഡബ്മാഷ് ആയാലും ഞങ്ങൾ ഇട്ട് തരാം. ശ്രമിക്കാം. നീ കാട്ടുജാതിയാ, അതാണ് കുരങ്ങിന്റെ സ്വഭാവം. എന്നോട് മിണ്ടണ്ട. മിണ്ടണ്ടെന്ന് പറഞ്ഞ ഈ വൃത്തികെട്ടവന്മാര് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. തിരിച്ച് നാട്ടിൽ ചെല്ലണമെങ്കിൽ നമുക്ക് വഴി ചോദിച്ചറിയണ്ടേ? അറിയാവുന്ന വഴി അങ്ങ് പോയാ മതി. എത്തുമ്പോ എത്തട്ടെ. എനിക്ക് ഇപ്പൊ തന്നെ അങ്ങ് എത്തണമെന്ന് വലിയ നിർബന്ധമൊന്നും. നിനക്ക് കാണൂല, നിന്നെ വീടും കൂടുമൊന്നുമില്ല, അയച്ചു വിട്ടിരിക്കല്ലേ. നമ്മൾ തമ്മിൽ മിണ്ടണ്ടെന്ന് പറഞ്ഞല്ലേ? എന്നാ എന്റെ ചായയുടെ കാശ? ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ചായ വേണമെന്ന്. പിന്നെ അയാൾ തന്നപ്പോ വാങ്ങിച്ച് വിഴുങ്ങി എന്തിന്? അയാൾ തന്നു, ഞാൻ കുടിച്ചു, അത്രേ ഉള്ളൂ. എന്നോട് വെറുതെ വഴക്കിടാൻ വരണ്ട.
കുറച്ചധികം വലുതായി പോയി. പക്ഷെ നീളം കൂടിപ്പോയോ? അതെ, കുറച്ചധികം നീളം കൂടി പോയി. നന്നായിരുന്നു. ഇത് ഡബ്മാഷ് അല്ല, ഇത് സീരിയസ് ആയിട്ട് ചെയ്തത്. ഞാൻ കുരങ്ങെന്ന് വിളിച്ചതാണ് ഉദ്ദേശിച്ചത്. ആ, എന്താണ്? ഞാൻ കുരങ്ങെന്ന് വിളിച്ചതാണ് ഉദ്ദേശിച്ചത്. സത്യമല്ലേ? വീട്ടിലേക്ക് വാട്ടാ. എല്ലാം നിങ്ങൾ ഈ വെളിയിൽ ഇരിക്കുന്ന വഴക്കെല്ലാം വീട്ടിൽ വരുമ്പോഴാണോ തീർക്കുന്നത്? അതിന് പ്രത്യേക റൂം എല്ലാം ഉണ്ടോ? അങ്ങനെ ഞാൻ അങ്ങനെ കേട്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് വെളിയിൽ ഇറങ്ങുമ്പോഴേ അല്ല, ശരണിയുടെ അവിടെ വീട്ടിൽ ഇങ്ങനെ അങ്ങനെ നിങ്ങളുടെ ശശിമാവനായിരിക്കും പറഞ്ഞത്. ശശിമാവനായിരിക്കും പറഞ്ഞത്. ശശിമാവനല്ല പറഞ്ഞു, ഇതുപോലെ ഒരു പ്രത്യേക റൂമുണ്ട് വീട്ടില്. അപ്പം വെളിയിലിരിക്കുമ്പോ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വാ ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ചെരുപ്പെല്ലാം ഊരി കാലും മുഖമൊക്കെ കൈയെല്ലാം കഴുകിയിട്ട് നേരെ ഭഗവാനെ തൊഴുതിട്ട് ആ റൂമിലോട്ട് കയറും. പിന്നെ ഒരു ചവിട്ടും തൊഴി ആടിയും പിടിയും. എല്ലാരും അറിഞ്ഞു. പറഞ്ഞൂല്ലേ? നേത്രരോഗവും ഉദരരോഗവും. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. കുത്തിയതാ.